ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അലീന. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാട്ടുകളൊക്കെ ഇടും, പിന്നെ ഗാർഡനിങ് വീഡിയോസ്, പിന്നെ വ്ളോഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം, എന്നാലാണ് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിൻ്റെ തൈയാണ്. ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ തൈയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. എനിക്കതിൻ്റെ ആ ഒരു റെഡ് കളർ കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിലൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു കടയിൽ കയറി തണ്ണിമത്തൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ കുരു കളഞ്ഞില്ല. ഞാൻ ഇതിനു മുമ്പ് പാകിയിട്ടുണ്ട്, പാകി മുളച്ച് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല. അതിനു മുമ്പ് ഞങ്ങൾക്ക് വീട് പണിയുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഇത് ഉണ്ടായത്. പക്ഷെ അത് പാകാവുന്നതിന് മുമ്പ് ആ പഴയ വീട് പൊളിച്ച് കളഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇത് നശിച്ചു പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങി വിത്ത് സൂക്ഷിച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ എണീറ്റത് പാകി. പാകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേര് കിട്ടുന്ന ഒരു സ്ഥലത്ത് പാകാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ മുളയ്ക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വലുതാവും, പെട്ടെന്ന് അതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും മുളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ പൂക്കളുണ്ടായി നിൽക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാത്തിലും തണ്ണിമത്തനുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കുറച്ചൊക്കെ ആൺപൂവും കുറച്ചൊക്കെ പെൺപൂവും ആയിരിക്കും. പെൺപൂവിലാണ് ഇതേപോലെ തണ്ണിമത്തൻ കാണുന്നത്. ഞാൻ നട്ടതിൽ കുറേയൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ ഒരു 3 തൈ ഇവിടെ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. കുറേയൊക്കെ വെയിൽ കൊണ്ടുപോയതാണ്, കരിഞ്ഞു പോയി. നമ്മളെല്ലാം ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ്. പകലൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല. അതായത് എനിക്ക് പണി കിട്ടി, കുറേയൊക്കെ പോയി. കണ്ടോ, അതിൻ്റെ ലീവ്സൊക്കെ ഇരിക്കുന്നുണ്ട്, ഒക്കെ കരിഞ്ഞിരിക്കുകയാണ്. എനിക്കെന്നിട്ട് ടെൻഷനായിരുന്നു, ഇത് ഉണ്ടായിക്കഴിഞ്ഞത് വലുതായി വരും, അതോ അതിന് മുമ്പ് കരിഞ്ഞു മൊത്തം പോകുമെന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടായി അത്യാവശ്യം വലിപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു കവറിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോകാനോ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് പാകമായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു എളുപ്പവഴി, സാധാരണ നമ്മൾ കടയിലൊക്കെ തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം കേട്ടിട്ടാണ് നോക്കുന്നത്. പക്ഷെ വേറെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഉണ്ടായി കിടക്കുന്ന തണ്ണിമത്തൻ്റെ ഞെട്ടിയുടെ അവിടെയുള്ള ടെൻഡ്രിൽസ് അത് കരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. ഇതേപോലെ ഇത് കരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ തണ്ണിമത്തൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുത്ത ഞങ്ങളുടെ ആദ്യത്തെ തണ്ണിമത്തനാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ചെറുതായിട്ട് കേടുണ്ടായിരുന്നു. ഞാൻ കവറിട്ട് കൊടുത്തതാണ്, പക്ഷെ ഞാൻ കവറിട്ട് കൊടുത്തത് കുറച്ച് ലേറ്റായിപ്പോയി. ചെറുതായിട്ടൊരു ഇത് പ്രശ്നം കണ്ടപ്പോഴാണ് ഞാൻ കവറിട്ട് കൊടുത്തത്. പക്ഷെ എനിക്ക് ടെൻഷനായിരുന്നു. പപ്പേനെയാണ് ഞാനത് കട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. ഞാൻ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു കേട്ടോ, ദൈവമേ ഉള്ളിൽ നല്ല ചുവന്നിരിക്കണേത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ചുവന്ന തണ്ണിമത്തൻ തന്നെയായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു പറയുമോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ ആദ്യത്തെ തണ്ണിമത്തനാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നത്, ഇനി കാശ് കൊടുത്തിന് തണ്ണിമത്തൻ വാങ്ങിക്കില്ല, കാശ് ലാഭമായല്ലോ. ഇഷ്ടമല്ലേ ആ കുഴിച്ചോണ്ട് വെള്ളം നിൽക്കണൊക്കെ? കൊള്ളാല്ലേ? നിങ്ങളും ഇതേപോലെ വിത്ത് പാകിയിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.